അറഫ മൈതാനി ദുആകളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. പരിശുദ്ധമായ ഹറമിൻ്റെ പരിസരങ്ങളിൽ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഈ പരിശുദ്ധമായ വചനങ്ങൾ അണമുറിയാതെ അവിടുന്ന് ഉച്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരും ആരിഫീങ്ങളും ഈ ദിനരാത്രങ്ങൾ ഇബാദത്തുകളെ കൊണ്ടും അമാലുകളെ കൊണ്ടും ധന്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രത്യേക സാഹചര്യത്തിൽ നൂറുകണക്കിന് ആളുകളും ആയിരക്കണക്കിന് ആളുകളും ഒരുമിച്ച് കൂടിയിട്ടുള്ള വ്യത്യസ്തമായ സദസ്സുകൾ നമ്മുടെ കേരളക്കരയിൽ നമ്മുടെ ഉലമാക്കന്മാരുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന സമയമായിരുന്നു. പക്ഷേ ഈ ഒരു സാഹചര്യം നമുക്ക് അല്ലാഹു തആല തന്നിട്ടുള്ള അവസരം ഇങ്ങനെയാണ്. ഈ ഒരു അവസരത്തെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുകയും അതിലൂടെ റബ്ബിലൂടെ അടുക്കാൻ കഴിയുന്നവരെ അടുപ്പിക്കുകയും വീട്ടിലിരുന്നു കൊണ്ട് ടിവികൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് പട്ടുറുമാലിന്റെയും മറ്റുമായി ഹറാമിയായ കാര്യങ്ങൾ കാണുന്നതിന് പുറമെ ഇന്ന് ലക്ഷക്കണക്കിന് വരുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഇൽമുകളും അദ്കാറുകളും തസ്ബീഹുകളും തഹ്ലീലുകളും സ്വലാത്തുകളും ചൊല്ലി ഓരോ ദിനങ്ങളുടെ രാവുകളും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹ്. മൊബൈൽ ഒരു ഭാഗത്ത് ദുരുപയോഗം നടത്തുമ്പോൾ മറുഭാഗത്ത് ഉമ്മമാരും പെങ്ങന്മാരും അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു വഴിയായി ഇതിനെ ഉപയോഗപ്പെടുത്തുകയാണ്. ഇതെത്രത്തോളം ഫലിക്കുന്നുണ്ട് എന്നുള്ളത് അവരവരുടെ ഇഖ്ലാസിന്റെയും ആത്മീയതയുടെയും അവരവരുടെ അധ്വാനത്തിന്റെയും തോതനുസരിച്ച് ഇരിക്കുമെന്നുള്ളത് സംശയമില്ല. ഒരു മണിക്കൂർ ഇൽമിന്റെ മജ്ലിസിൽ ചെലവഴിച്ച് അതങ്ങ് കഴിഞ്ഞു പിന്നീട് യൂട്യൂബിന്റെ വ്യത്യസ്തമായ വീഡിയോസിലേക്ക് നമ്മുടെ കണ്ണുകളെ ചലിപ്പിച്ചാൽ വഹസ്രത, അവിടെ ഇബ്ലീസ് വിജയിക്കുന്നുണ്ടോ സംശയിച്ചു പോവുകയാണ്. നാം ചെയ്ത നന്മകളെ പൊളിച്ചു കളയാൻ തൊട്ട് താഴെ തന്നെ ഇബ്ലീസിയായ വീഡിയോസുകൾ നമ്മുടെ മുന്നിലൂടെ വരുമ്പോ അതിലൂടെ അറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പാതി അറിയും പാതി അറിയാതെ ചലിച്ചുപോയി സമയങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി. ആ രാത്രിയിൽ ഉറക്കൊഴിഞ്ഞൊഴിഞ്ഞ് അവസാന സുബഹി ഖളായാൽ വിജയിക്കുന്നവൻ ഇബ്ലീസാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഇത്തരം മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഔലിയാക്കന്മാരുടെ ബറക്കത്ത് കൊണ്ട് നന്മയിൽ മാത്രം ഒതുങ്ങി ജീവിച്ച് നന്മയിലൂടെ മാത്രം സഞ്ചരിച്ച് നന്മയുടെ വഴിയിൽ മാത്രം ജീവിതത്തിന്റെ ഓരോ മേഖലയും ഉപയോഗപ്പെടുത്തി ജീവിക്കാൻ അല്ലാഹു തആല നമ്മളെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹുവിനോട് കരഞ്ഞു ദുആ ചെയ്യേണ്ട കാലഘട്ടമാണ്. ഇടത്തും വലത്തും മുന്നും പിന്നും മുകളിലും താഴെയും ഒന്ന് ശരിക്കു നോക്കിയാൽ ഹറാമില്ലാതെ കഴിയില്ല. ആ രീതിയിൽ ഈ ലോകത്തിന്റെ സാഹചര്യം മാറുമ്പോൾ ഇടത്തും വലത്തും എല്ലാം മുന്നിലും പിന്നിലും മുകളിലും താഴെയും നന്മയുടെ വഴികൾ തുറന്നു തന്ന അർഹമുർ റഹീമീനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ആ ഒരു നന്മയെ നോക്കിക്കാണാനുള്ളൊരു കണ്ണ്, ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സ്, അത് കേൾക്കാനുള്ള ഒരു ചെവി, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ഒരു തൗഫീഖ് അത് ലഭിച്ചവർ അപൂർവമാ. അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മളെ പെടുത്തി തരുമാറാകട്ടെ. ശൈഖുന
ഖുത്ബുൽ ആലം CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അറഫയുടെ രാവ നമ്മുടെ മുന്നിലുള്ളത്. പെരുന്നാളിന്റെ ദിനമാണ് നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഉളുഹിയ്യത്തിന് വേണ്ടി, സുന്നത്തായ ഉളുഹിയ്യത്തിന് വേണ്ടി 10,000-കണക്കിന് ആളുകൾ ഒരുങ്ങി നിൽക്കുകയാണ്. അല്ലാഹു തആല അവരവരുടെ സുന്നത്തായ കർമ്മങ്ങളെ ഭംഗിയായ നിലക്ക് കബൂലിയത്തോടുകൂടി നടത്തി അള്ളാഹുവിന്റെ അടുക്കൽ അവന്റെ പൊരുത്തം സമ്പാദിക്കാൻ നമുക്കെല്ലാവർക്കും പടച്ച റബ്ബ് തആല തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട ഐനുന്നൂറിന്റെ കുടുംബങ്ങളെ, നമ്മുടെ ജീവിതം അല്ലാഹു തആലയുടെ പൊരുത്തത്തിലാകാനാണ് നമ്മൾ ഇത് ആരംഭിച്ചത്. അവന്റെ പൊരുത്തത്തിനാണ് നമ്മൾ ഇത് തുടങ്ങിയത്. അവന്റെ പൊരുത്തത്തിലായി ജീവിക്കാനാണ് നമ്മൾ ഈ സംരംഭങ്ങളെ കൊണ്ടുപോകുന്നത്. അതാ രീതിയിൽ നിന്നൊരണുമണി തൂക്കം തെറ്റാതെ പടച്ച റബ്ബിന്റെ പൊരുത്തത്തിലായി നമുക്ക് കഴിയണം. അതിന് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ വഴിയിൽ നമ്മൾ സഞ്ചരിക്കണം. മഹാന്മാരുടെ പാതയിലൂടെ നമ്മൾ ചലിക്കണം. അതിനു വേണ്ടിയാണ് ശൈഖുന ഖുത്ബുൽ ആലമിന്റെ ഹളറത്തിലേക്ക് ഒരു കോഴിയെ അറുത്തുകൊണ്ട് ഒരാള് നല്ല മാംസത്തിന്റെ കറിയും അതുപോലെ പത്തിരിയും കൊണ്ടുവരികയാണ്. കൊണ്ടുവന്നിട്ട് ശൈഖുനയുടെ മുന്നിലേക്ക് വെച്ചപ്പോൾ, ഇതെന്താണ്? ഇത് നാടൻ കോഴി അറുത്തതും പത്തിരിയുമാണ്. ശൈഖുനക്ക് ഇടക്കിടക്ക് കൊണ്ട കൊടുക്കുന്ന ആളുകളാണ്. ശൈഖുന അതിലേക്കൊന്ന് നോക്കിയിട്ട് പറയുന്നു, മോനെ, മകനെ, ഇത് അറുത്തതല്ല, ചത്തതാണ്. പടച്ചോനെ, ശൈഖുന അറുത്തത് ഇതാണ്, ഇദ്ദേഹമാണ് അറുത്തത്, വേറെ ആരുമല്ല. എല്ലാം അത് ചത്തതാണ്. ആ സമയത്ത് സുന്നിയായ ശൈഖുനെ മഹബത്ത് വെക്കുന്ന ഒരാൾ അറുത്തു കൊണ്ടുവന്നിട്ട് ശൈഖുനത് പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. പിന്നെയാണ് ആ അറുത്തതിന്റെ ഷർത്തും ഫർളിലേക്കും ഈ വ്യക്തി പൂർണ്ണമായി കടന്നിട്ടില്ല എന്നുള്ളത് അറിയുന്നത്. അറിവിന്റെ മസലകളിലേക്ക് പിന്നീട് ആ വ്യക്തി പഠിക്കുകയാണ്. അപ്പോഴാണ് ബോധ്യപ്പെടുന്നത്, സാരമില്ല, അല്ലാഹു തആല പുറത്തു തരുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിക്കൊടുക്കുകയാണ്. അതിനുശേഷം ശൈഖുനയോട് ഇദ്ദേഹം ചെന്നിട്ട് പറയുകയാണ്, അറക്കുന്നത് അറിഞ്ഞുകൂടാ, എന്ത് ചെയ്യും? ശൈഖുനയോട് പഠിപ്പിച്ചതാൻ. ശൈഖുന ഉളുഹിയ്യത്തിന്റെ സമയമായതുകൊണ്ട് ഞാൻ ഈ കാര്യം പറയുന്നത്. ഒരുപാട് ആളുകൾ ഉളുഹിയ്യത്തിന്റെ സുന്നത്തായ കർമ്മങ്ങള് അതിനറക്കുന്നവരുണ്ട്. ആരോഗ്യം, അതുപോലെ തന്നെ അതിന്റെ കഴിവും ധൈര്യവും ഒക്കെ ഇതിന്റെ ഭാഗമാണെങ്കിലും ഒരു ഇൽമു, വിവരം ഈ അറിവിനെ പറ്റി നമുക്കുണ്ടാകണം. അന്നനാളവും ശ്വാസനാളവും അറുക്കണമെന്നുള്ള വിവരം നമുക്കുണ്ടാകണം. ഓരോ ജീവിയുടെയും എങ്ങനെയാണ് അത് അറുക്കേണ്ടത്, അതിനെ കഷ്ടപ്പെടുത്താതെ ബുദ്ധിമുട്ടാതെ എങ്ങനെയാണ് അത് കാര്യം നിർവഹിക്കേണ്ടത് അറിഞ്ഞിരിക്കണം. ശൈഖുന ആ വ്യക്തിയോട് പറഞ്ഞു കൊടുക്കുന്നു, നിങ്ങൾക്ക് അറിവ് അറിയാം, പക്ഷേ നിങ്ങൾ അറക്കുന്ന സമയത്ത് കത്തി കൊണ്ട് നിങ്ങൾ അറക്കുമ്പോൾ അവസാനം ചിലരുണ്ടൊരു കുത്തല്, ആ കഴുത്തിന്റെ ഏതോ ഒരു ഭാഗത്ത് പിടിച്ച് കുത്തുന്നത് കാണാം. അങ്ങനെ നിങ്ങൾ കത്തിയെടുത്ത് അതിലേക്ക് ഇങ്ങനെ ഇറക്കിയിട്ട് അത് കുത്തിയിട്ട് അതിന്റെ ജീവൻ പോക്കുന്ന ഒരു സിസ്റ്റമുണ്ട്. അല്ലാഹു അലം, അതിന്റെ പൂർണ്ണമായ രൂപം എനിക്കറിയില്ല. ശൈഖുന പഠിപ്പിച്ചു കൊടുക്കുന്ന, അത് ചെയ്യരുത് മോനെ, അത് ചെയ്യരുത് മകനെ. അറക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ അറുത്താൽ മതി, കത്തിയെടുത്ത് കുത്താൻ നിങ്ങൾ നിൽക്കരുത്. പരിശുദ്ധമായ ഉളുഹിയ്യത്തിന്റെ മുന്നിലാണ് നമ്മൾ ഉള്ളത്. പരിശുദ്ധമായ ഈ രാവുകളിൽ അല്ലാഹുവിലേക്ക് കരഞ്ഞു ദുആ ചെയ്യേണ്ട ദിവസമാണ്. തഹജ്ജുദ് ഒഴിവാക്കാതെ നമ്മുടെ കുടുംബങ്ങളോട്, നമ്മുടെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, തഹജ്ജുദ് ഉപേക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകരുത്. എങ്ങനെയെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കുന്ന സ്വഭാവത്തിലേക്ക് നമ്മൾ വളരണം. സുബഹിക്ക് നമ്മൾ ബാങ്ക് കേൾക്കുന്ന രീതിയിൽ എഴുന്നേൽക്കണം. ആ സമയത്ത് ഒളുവോടുകൂടി സുബഹി ബാങ്ക് കേൾക്കണം. അങ്ങനെ ബറക്കത്ത് നമ്മൾ നേടണം. ഈ വരുന്ന പെരുന്നാളിന്റെ രാവിലെ അല്ലാഹു അക്ബർ എന്ന തക്ബീർ നാളെ സുബഹി മുതൽ നമ്മുടെ കേരളക്കരയിലുള്ളവർക്ക് സുന്നത്താവുകയാണ്. അയ്യാമുത്ത ശരീക്കിന്റെ അസർ വരെ, അറഫയുടെ സുബഹി മുതൽ അയ്യാമുത്ത ശരീക്കിന്റെ അറഫ വരെ, ആ അയ്യാമുത്ത ശരീക്കിന്റെ അസർ വരെ സുന്നത്താവുകയാണ്.
അതെല്ലാ നിസ്കാരത്തിന് ശേഷവും നമുക്ക് സുന്നത്താണ്. അത് മയ്യത്ത് നിസ്കാരമാണെങ്കിലും ശരി. അതേ സമയത്ത് മുഖയ്യദായ തക്ബീറാണ്. അതുപോലെ തന്നെ മുഖയ്യദല്ലാതെ ഉള്ള തക്ബീറുണ്ട്. ആ തക്ബീർ ഈ മാസം കണ്ട എന്നുമല്ല, ഈ അറഫയുടെ ആ ദിനം കഴിഞ്ഞാൽ പെരുന്നാളിന്റെ ആ മഗ്രിബ് അതങ്ങ് തുടങ്ങി പെരുന്നാളിന്റെ രാവായി കഴിഞ്ഞാൽ അവൻ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നത് വരെ അവനിക്ക് തക്ബീർ അവനിക്ക് എത്രയും ചൊല്ലൽ സുന്നത്താണ്. മുർസലായ രീതിയിൽ ആ തക്ബീർ അവനിക്ക് സുന്നത്താണ്. അതുകൊണ്ട് ചുരുങ്ങിയത് നാളെ നോമ്പ് തുറന്ന് പെരുന്നാളിന്റെ രാവങ്ങ് ആയി തുടങ്ങിയാൽ പെരുന്നാൾ നിസ്കരിക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട മുഹബ്ബീങ്ങളെ 1000 തവണയെങ്കിലും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലക്ഷക്കണക്കിന് വരുന്ന മുഅ്മിനീങ്ങൾ അതാ അറഫയിൽ വെച്ചും മുസ്ദലിഫയിൽ വെച്ചും മിനയിൽ വെച്ചും പരിശുദ്ധമായ ഹറമിന്റെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ വെച്ച് അല്ലാഹുവിനിക്ക് തക്ബീർ ചൊല്ലുമ്പോ സാധുക്കളായ നമ്മൾ ആ പടച്ച റബ്ബിന് തക്ബീർ ചൊല്ലിക്കൊണ്ട് പെരുന്നാളിനെ വരവേൽക്കണം. ആ പെരുന്നാളിൽ 1000 തവണയെങ്കിലും തക്ബീർ ചൊല്ലാൻ നമ്മൾ മുതിരണം. അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ആ രാവിലെ തസ്ബീഹ് നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കണം. റമദാനിന്റെ ഒരുപാട് രാത്രികളിലും 27 രാവ് പോലത്തെ രാവുകളിലൊക്കെ നമ്മൾ നിസ്കരിച്ചിട്ടുണ്ട്. അത് വിട്ടുപോകരുത്. എല്ലാ ദിവസവും സുന്നത്താണ്. ഈ ദിവസം കഴിയുന്നവരൊക്കെ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ നമ്മൾ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ആ ദിവസങ്ങളിൽ സുന്നത്ത് നിസ്കാരങ്ങൾ ഉപേക്ഷിച്ചു പോകരുത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട മുഹബ്ബീങ്ങളെ, നമ്മുടെ പെരുന്നാളിന് നിസ്കാരത്തിന്റെ ആ പള്ളിയിലേക്ക് പോകുന്നവർ പോകുമ്പോൾ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കാതെ പോകലാണ് സുന്നത്ത്. ആദ്യമായി കഴിക്കുന്ന ഭക്ഷണം ഉൽഹിയത്തിന്റെ ഭക്ഷണമാകലാണ് സുന്നത്ത്. അത് ഈ ബലി പെരുന്നാളിന് അല്ലെങ്കിൽ ഈ വലിയ പെരുന്നാളിന് ഈ ഉൽഹിയത്തിന്റെ ഈ പെരുന്നാളിന് നമുക്ക് പ്രത്യേകമായി സുന്നത്തുള്ളതാണ്. അങ്ങനെ മാംസം കഴിക്കുന്നത്, ആദ്യമായി ഭക്ഷണം കഴിക്കേണ്ടത് ഉൽഹിയത്തിന്റെ അകല് ഒരു പുണ്യമാ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്തുകൂടെ നമുക്ക്? ഒരുപാട് ദിവസം കൊല്ലങ്ങള് നമ്മുടെ വയസ്സുകളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്ന് വരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ അന്നത്തെ ദിവസം പെരുന്നാൾ നിസ്കരിച്ച് നമ്മൾ കുടുംബങ്ങളിലേക്ക് പോകാൻ പറ്റുന്നത് ഈ സമയത്തുള്ള പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടായിരിക്കണം. അങ്ങനെ നമ്മൾ നിയമപാലകരുടെ ഉപദേശങ്ങളും അവരുടെ നിയമങ്ങളും പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള നമ്മുടെ സഞ്ചാരങ്ങളും നമ്മുടെ ഒരു ആഘോഷങ്ങളും ആഘോഷിക്കുമ്പോൾ നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞു പോയ ആയിരക്കണക്കിന് വരുന്ന മുസ്ലിമീങ്ങളുണ്ട്. പള്ളിക്കാടുകളിൽ കിടന്നുറങ്ങുന്നു. അല്ലെങ്കിൽ അവിടെ അവര് ഏതൊരവസ്ഥയിലാണെന്നറിയാതെ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞവരാണ്. അവരുടെ പേരിൽ അവർക്കൊരു ഹദിയയായി സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ളത് ഒരു 300 തവണയെങ്കിലും ചൊല്ലി ആ മരിച്ചുപോയ മുസ്ലിമീങ്ങളുടെ പേരിൽ, മുസ്ലിമാത്തിന്റെ പേരിൽ ഒന്ന് ഹദിയ ചെയ്താൽ അവരുടെ ഖബറുകളിലേക്ക് അല്ലാഹു തആല ആയിരക്കണക്കിന് പ്രകാശത്തെ അവർക്ക് എത്തിച്ചു കൊടുക്കുമെന്ന് കിതാബുകളിൽ കാണാം. എല്ലാ നമ്മളും മരിച്ച് ഖബറിലേക്ക് വരുമ്പോൾ നാം ചെല്ലുന്ന ഖബറിൽ വഹീദൻ ഫരീദൻ ലാ യുവാഫിഖു മിസ്ലഹു, ആ ഒരു ഏകാന്തതയിൽ നിൽക്കുന്ന അതുപോലത്തെ ഒരു റൂം നമുക്ക് ജീവിതത്തിൽ കിട്ടില്ല, ലഭിച്ചിട്ടില്ല. അങ്ങനത്തെ ആ ഒരു ഖബർ എന്ന് പറയുന്ന ആ ഒരു വീട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്കും അല്ലാഹു തആല ധാരാളമായി പ്രകാശത്തെ അതിൽ വെച്ച് തരും എന്ന് മഹാന്മാർ പറഞ്ഞത് കാണാം. പ്രിയപ്പെട്ട മുഹബ്ബീങ്ങളെ, അതെല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്തണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതേ സമയത്ത് ഇങ്ങനെ പരീക്ഷണങ്ങളുടെ മുഖങ്ങളിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഇപ്പോഴും പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ഹറാമിൽ തീരെ
ശ്രദ്ധയില്ലാതെ കിട്ടുന്ന അവസരങ്ങൾ മുഴുവനും സുഖങ്ങളുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, മാറി ചിന്തിക്കേണ്ട സമയം വന്നിരിക്കുന്നു. ഭൂമികുലുക്കം വന്ന്, അതുപോലെ തന്നെ വലിയ വെള്ളപ്പൊക്കം വന്ന് അതിൻ്റെ അടിയിൽ അകപ്പെട്ടുകൊണ്ട് മരിക്കുന്ന സമയത്ത് ചിന്തിച്ചാൽ ഒരാൾക്കും അവനിക്ക് പിന്നീട് തൗബ ചെയ്യാനുള്ള അവസരമില്ല. അല്ലാഹു തആലയുടെ അദാബിൽ അങ്ങ് കുടുങ്ങിപ്പോയാൽ പിന്നെ തിരിച്ചു ചിന്തിക്കാനുള്ള സമയം ലഭിക്കൂല. അതിനു മുമ്പ് ചെയ്യേണ്ടതെല്ലാം ചെയ്തു, അള്ളാഹുവിനോട് തൗബ ചെയ്യേണ്ടതെല്ലാം ചെയ്തു വെച്ച് ഒരുങ്ങി നിൽക്കുന്ന മുഅ്മിനായി നമ്മൾ മാറണം. അല്ലാഹു സുബ്ഹാനഹു തആല അതിനു വേണ്ടി നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ.